ഹായ്, നിന്നെ ഇന്നലെ കണ്ടില്ലല്ലോ. ആ അതോ, ഇന്നലെ എൻ്റെ അച്ഛൻ തെങ്ങിൽ നിന്നു വീണു. ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ല. ഉറ്റ സുഹൃത്തായ ഞങ്ങളെന്ന് അറിയിക്കായിരുന്നില്ലേ? അതല്ലേ ബ്രദർ പറഞ്ഞത്. വീണപ്പോൾ തന്നെ എടുത്തു കൊണ്ടുപോകേണ്ടി വന്നു. ഇനിയൊന്നും പറയണ്ട. ഞങ്ങൾ വീട്ടിൽ തെങ്ങുണ്ട്. ഞങ്ങൾ അച്ഛന്മാരും തെങ്ങ് കയറാറുമുണ്ട്. അനിയ, താങ്കൾ കോപിതനാവാതെ. കോപിതനാവും. ഞങ്ങൾ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ അറിയാൻ നീ പ്രതീക്ഷിക്കുക വേണ്ട. ഓഹോ, അങ്ങനെയോ? എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വീണിട്ടുണ്ട് എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. എന്നിട്ട് താങ്കൾക്ക് മരണം വല്ലതും സംഭവിച്ചോ? എത്രയോ ലജ്ജാവകം. താങ്കൾ മണ്ടനാണോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? 2 വയസ്സുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ആ ഓക്കെ. ആരോടായിരുന്നു സംഭാഷണം? ഇത് അമ്മയായിരുന്നു. അമ്മായി മുക്കിൽ പോയി സാധനം വാങ്ങി കൊടുക്കാൻ. എന്നിട്ട് എന്താ സഹോദര താങ്കൾ പോകാതിരിക്കുന്നത്? സഹോദര, അതിലെനിക്ക് അവിടേക്ക് പോകാനുള്ള വഴി അറിയില്ല. പുച്ഛം മാത്രം. സഹോദര, ഞാൻ പറഞ്ഞു തരാൻ വഴി. ആദ്യം നേരെ പോവാ, വലത്തോട്ട് എടുക്കാണ്ട് എടുത്തോണ്ടെടുക്കുക. പിന്നെ നേരെ പോവാ, വലത്തോട്ട് എടുക്കാണ്ട് എടുത്തോണ്ടെടുക്കുക. പിന്നെ നേരെ പോയിട്ട് വലത്തോട്ട് എടുക്കാണ്ട് എടുത്തോണ്ടെടുക്കുക. ക്ഷമിക്കണം സഹോദര, എനിക്ക് വ്യക്തമായില്ല. എങ്കിൽ സഹോദര, താങ്കൾ ആദ്യത്തെ വളവ് കഴിഞ്ഞ് തിരിച്ചു വരൂ. ബാക്കി തിരിച്ചു വരുമ്പോൾ പറഞ്ഞു തരാം. എങ്കിൽ അങ്ങനെ ആവട്ടെ. പോയി വരാം സുഹൃത്തുക്കളെ. ഓക്കെ. Ova dusza nie ma domu, ma dusza nie ma końca, mnie sorry, se ci kore.